സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ രുചികരമായൊരു സ്വീറ്റാണ്, ക്യാരറ്റ് ഹൽവ. അപ്പോൾ വീട്ടിലെങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാൻ നോക്കുക. അതിനുവേണ്ടി 1 കിലോ ചുവന്ന ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം എടുത്തിട്ടുണ്ട്, ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഏലക്കാപ്പൊടി, 1/2 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നെയ്യ് ഒന്ന് മെൽറ്റായി വരണം. ഇപ്പം നെയ്യൊക്കെ ഒന്ന് ചൂടായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി മുന്തിരി ആഡ് ചെയ്ത് കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇപ്പോൾ ഗണേശ് ചതുർത്ഥിക്കൊക്കെ സ്വീറ്റ്സ് തയ്യാറാക്കുമ്പോൾ ഈ പ്രാവശ്യം ക്യാരറ്റ് ഹൽവ തയ്യാറാക്കി നോക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 8 മിനിറ്റ് മുതൽ ഒരു 10 മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്യാരറ്റ് മൊത്തം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ നെയ്യിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് നേരം നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പാല് ചേർത്തപ്പോൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഈ പാലൊക്കെ ഒന്ന് വറ്റി വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് സ്മെല്ലും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാരയും കൂടെ ഒന്ന് അതിൽ മെൽറ്റായി വരുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ലൂസാവും. വീണ്ടും നമ്മളിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബദാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബദാം ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ക്യാരറ്റ് ഹൽവ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പാലൊക്കെ വറ്റി വന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് നമുക്ക് ചൂടോടെ കഴിക്കാനും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. കൂടാതെ ഇത് ഐസ്ക്രീമിനോടൊപ്പം കഴിക്കാനൊക്കെ വളരെ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.